പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അൽഹസയിലുള്ള ക്രാഫ്റ്റ് സൂക്കിനെ കുറിച്ചാണ്. ഇവിടെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് കേട്ടോ ക്രാഫ്റ്റ് സൂക്ക്. ഇതിന് ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കൊരു കൊട്ടാരം പോലെയൊക്കെ തോന്നും ഇത് കാണുമ്പോൾ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതിന് ഒരുപാട് എൻട്രൻസ് ഉണ്ട്. ബാക്കിലൂടെയൊക്കെ പോവാം, നമ്മൾ മുന്നിലൂടെ തന്നെ പോവാം. കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലേക്കും വഴിയാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകളാണ് കേട്ടോ. ഇതിൽ ഇവിടെ വരുന്നത് ക്രാഫ്റ്റ് ഐറ്റംസ്, അത് സ്വർണം, വെള്ളി അങ്ങനെ വരുന്നത്. പിന്നെ ഈ ഹാൻഡ് ക്രാഫ്റ്റ് ഇല്ലേ, ഈ ആശാരിമാരുടെ അങ്ങനെ 4-5 തരത്തിലുള്ളതാണ് ഇവിടെ കേട്ടോ. പിന്നെ ടൈലറിങ് അങ്ങനെയുള്ള ഓരോ കടകളാണ് കേട്ടോ ഇതിവിടെ ഉള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തത് 2020 കേട്ടോ. സൗദി അറേബ്യയുടെ ഒരു പൈതൃക നഗരമാണ് ഹഫൂഫിൻ്റെ സെൻട്രലായിട്ടാണ് ഇത് വരുന്നത്. ഇത് അൽഹസയുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഈ ബിൽഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കാണാൻ വരുന്നവർ ഒരു 8:30 മണിക്ക് മുൻപേ വരണം. ഞാൻ ഇത്ര ലേറ്റായി പോയതുകൊണ്ട് കുറേ കടകളെല്ലാം ക്ലോസ്ഡ് ആണ്. ഒരു 9 മണിയാകുമ്പോഴേക്കും കടകളെല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ട് നേരത്തെ വന്നാൽ ഇതൊക്കെ കാണാം. പിന്നെ കാണുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല സഹകരിക്കും. ഇത് കണ്ടോ, ഇത് പിന്നെ മരത്തിൻ്റെ എല്ലാം ഒരു ക്രാഫ്റ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ നമ്മൾ പണ്ട് ഇങ്ങനത്തെ ഇത് നമ്മളെ വീടുകളെല്ലാം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അവ എവിടെയും ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ മഞ്ചാടിക്കൂരെല്ലാം പണ്ടിട്ട് വെക്കുമായിരുന്നു. ഇത് ഇവിടെ പിന്നെ ഈ സ്റ്റൗവിൻ്റെ എല്ലാം മാതൃകയാണ് കേട്ടോ. പണ്ടത്തെ സ്റ്റൗ ഇപ്പോഴത്തെ സ്റ്റൗ അങ്ങനെ ഒരു മരത്തിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. അതിന് മാതൃകയിൽ ഇങ്ങനെ കാണിക്കുക. നല്ല രസമുണ്ട് കാണാൻ. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും അതിൻ്റെ ഭംഗി നല്ല പറഞ്ഞറിയിക്കാം. ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു സ്കില്ലാണ് പറയേണ്ടത്. അത്രയ്ക്ക് ഭംഗിയാണ് ഓരോന്ന് കാണാൻ. ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളവരാണെങ്കിൽ പിന്നെ ഇതൊന്ന് പോയിട്ട് കാണണം കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതൊക്കെ ഓരോരുത്തർ കഴിവല്ലേ എന്ന് വിചാരിച്ചിട്ടേ. ഇവിടെ ബ്രാസിലുള്ളതുണ്ട് കേട്ടോ. ഈ കാണുന്ന മയിൽ ബ്രാസിലുള്ളതാണ്. പിന്നെ ഇത് ക്ലോക്ക്, ഇതൊക്കെ മരത്തിൻ്റെതാണ്. ഇത് മരത്തിൻ്റെ മേലെ ഒരു ലൈറ്റ്, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഏരിയയിൽ മൊത്തം ഈ മരത്തിൻ്റെ ഇതാണ്. ഈ ജഗ്ഗുകൾ അങ്ങനെയുള്ള മരത്തിൻ്റെ അങ്ങനെ അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കോർട്ട്യാർഡാണ്. ഇവിടുന്ന് അധികം ആൾക്കാർ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ പിന്നെ പോവാം, ഇപ്പുറത്തോട്ടേക്ക് വരാം. ഇത് ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ ഡിസൈനാണ് ആ കാണുന്നത്. പിന്നെ ഇതൊക്കെ പൂജ അങ്ങനെയുള്ള, പിന്നെ ഇത് എഴുത്തുകളുണ്ട്. എന്താ വായിക്കാനെന്നറിയില്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചുമരുമ്മലെല്ലാം വെക്കുന്നതാന്ന് തോന്നുന്നു. ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ചുമരുമ്മൽ വെക്കുന്ന അങ്ങനെയുള്ളത്. ഇതൊക്കെ നല്ല ഉണ്ടാക്കിയത് എന്ത് ഭംഗിയായിട്ടാണെന്ന്. ഇത് പിന്നെ ജപമാല, അതെന്താ അവർ പറയാമെന്നറിയില്ല. പിന്നെ ഇതൊക്കെ പിന്നെ നമ്മുടെ പായയില്ലേ, ഓല കൊണ്ടുണ്ടാക്കുന്ന പായ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു സ്ത്രീയുടെ അതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഈ ഇതില്ലേ പായേൻ്റെ എന്താ പറയാതെ ഓല കൊണ്ടുണ്ടാക്കി വെച്ചതാണ്. പിന്നെ നല്ല ഇതിൻ്റെ വലിപ്പം നോക്കിയേ, ഈ വാതിലിൻ്റെ വലിപ്പം. ഈ ഡോറ് ഏകദേശം തലശ്ശേരി ഉണ്ട് ഒരു സ്ഥലത്ത്, ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പിന്നെ അവിടെ ഉണ്ട് ഇത്രയും വലിയ ഡോറ്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ഡോറ് കണ്ട്. ഇതാണ് കേട്ടോ അൽഹസ അക്കാഡമി ഓഫ് ക്രാഫ്റ്റ്സ്. ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് കൈത്തൊഴിലിങ്ങനെ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്ന ചെറിയൊരു തരത്തിലുള്ള അക്കാഡമി ഉണ്ട്. പിന്നെ കോഫി ഷോപ്പ്, പിന്നെ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് വരച്ചതാണ് കേട്ടോ. ഇത് അതിശയപ്പെട്ടു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ കുറേ തൊട്ടൊക്കെ നോക്കി. ഇതിൻ്റെ ഒരു ഫിനിഷിങ് എന്നോ. ഇത് ചുമരുമ്മൽ തന്നെ വരച്ചിട്ടുള്ളതാണ്. ഇത് ഏതാ പെയിൻറ്റിങ് അങ്ങനെയൊന്നും പറയാൻ അറിയില്ലെങ്കിലും അന്തം വിട്ട് പോയിരുന്നു ഇത് കണ്ടിട്ട്. അതിൻ്റെ ഫിനിഷിങ് വർക്ക് കണ്ടിട്ടേ
ഇതൊക്കെ ഓരോരുത്തരുടെ കഴിവല്ലേ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ പണ്ട് ഇതൊരു കൊട്ടാരം പോലെ തറവാട് വീടുകളിലുള്ളത് പോലെയുണ്ട് ഈ ഏരിയ കാണുമ്പോൾ. ഈ ചുവന്ന ഗ്ലാസിൻ്റെ പെയിൻറ്റും അതൊക്കെ കാണുമ്പോൾ, ഇതിൻ്റെ മേലെയെല്ലാം കാണുമ്പോൾ മച്ചും പുറത്തെല്ലാം കയറി നോക്കുന്ന ആ ഒരു പ്രതീതിയാണ്. നല്ല രസമുണ്ട് കാണാൻ. ജനലുകൾ മൊത്തമായിട്ട് എന്താ ഭംഗിയെന്നറിയാം. ഇവിടെ പോയാൽ കാണാൻ തന്നെ നല്ല രസമാണ്. ജനലുകളെല്ലാം നോക്കിയേ, പണ്ടത്തെ തറവാട് വീടുകളിലെല്ലാം ഇങ്ങനെ ഉണ്ടാവും. ഞാൻ രാവിലെ ഇതിൻ്റെ മുന്നിലൂടെയാണ് നടക്കാൻ പോവുക. അപ്പം എന്നും കാണും, പക്ഷേ രാവിലെ അത്ര രാവിലെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആവില്ല. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ മരത്തിനെ കൊണ്ടുണ്ടാക്കി. ഈ ചെരുപ്പ് കണ്ടോ, ഇത്ര വലിയ, അതൊരു മോഡലാക്കി ഉണ്ടാക്കി വെച്ചതാണ്. ലെതറിൻ്റെ ഷോപ്പാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ലെതറിൻ്റെ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ലെതറിൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ കിളിക്കൂട് പോലെയുള്ള ഇതൊക്കെ ചകിരി കൊണ്ടുണ്ടാക്കി വെച്ച. ഇതിനൊക്കെ നല്ല സെയിലാണ് കേട്ടോ. നല്ല പെട്ടെന്ന് വിറ്റ് പോവും. ഈ പുല്ല് കൊണ്ടുള്ള പായ ഇല്ലേ, അതെല്ലാം പെട്ടെന്ന് നല്ല പോലെ സെയിലാവും. ഇവർ ഈ നോമ്പിൻ്റെ സമയത്തെല്ലാം ഇഷ്ടംമാതിരി സെയിലാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം ലെതറിൻ്റെ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ, അല്ല മെഷീൻ വർക്കല്ല, ഹാൻഡ് മെയ്ഡാണ്. ഇവിടെ തന്നെ പിന്നെ ഈ വെള്ളീൻ്റെ മോതിരങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന കടകളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഡ്രസ്സിൻ്റെതുണ്ട്. പിന്നെ അതുപോലെ അതാണ് പറഞ്ഞത്, ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എല്ലാം മൊത്തം 5 തരത്തിലുള്ളതുണ്ട് ഇവിടെ. ഇത് ഫാൻസിയാണ്. ഞാനിത് കാണാൻ വേണ്ടി 2-3 തവണ മുന്നേ വന്നതാണ്. അപ്പോൾ ഇത് അടച്ച് പോയിട്ടുണ്ടാവും. ഒരു 9 മണി 9:30 ആകുമ്പോഴേക്ക് ഇത് ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ വരിക, ഒരു 7 മണിക്കൊക്കെ വന്നാൽ നല്ല പോലെ കാണാം. ഇതാണ് കോർട്ട് യാർഡിലേക്ക് പോകുന്ന വഴി. ഇതിൻ്റെ സൈഡിലാണ് ടീ ഷോപ്പും പിന്നെ ഐസ്ക്രീം അങ്ങനെയുള്ളത്. ഇത് നല്ല രസമില്ലേ കാണാൻ, അതിൻ്റെ തൂണുകളും. ശരിക്കൊരു കൊട്ടാരം പോലെ തന്നെ ഉണ്ട്. ലൈറ്റും പിന്നെ സെൻറ്ററായിട്ട് ഒരു എനിക്ക് തോന്നുന്നത് വെള്ളം അങ്ങനെ ഒഴുകുന്ന ഒരു അതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ നിർമ്മിച്ച കാണുന്നത്. ഇത് സൈഡിൽ ഇരിക്കാൻ പറ്റിയ ഇതാണ്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നില്ലേ, അതിന് പോണ്ട് അങ്ങനെ എന്തോ പറയില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്. നല്ല രസമുണ്ട് ഉണ്ടാക്കിയത് കാണാൻ. അതിൻ്റെ അപ്പുറത്തും പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഈന്തപ്പന സെൻട്രലിൽ ഒഴിവാണ് കേട്ടോ, മേൽക്കൂരയില്ല. അപ്പം മഴ പെയ്താൽ ഇങ്ങനെ നനയും. ചുറ്റുപാടും നിറയെ കടകളാണ് കേട്ടോ, 1-2 ഒന്നല്ല, 3-4-5 എൻട്രൻസ് തന്നെ ഉണ്ട് മൊത്തം ചുറ്റുപാടും. പിന്നെ അതിൽ പോയി അങ്ങനെ കുറേ കടകളുണ്ട്. അധികം ഡ്രസ്സ് അങ്ങനെയുള്ളതുണ്ട്. പിന്നെ അബായ അങ്ങനെ, പിന്നെ ഇതേപോലെയുള്ള, പക്ഷേ ഫുള്ള് കളർഫുള്ളാണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ, കളർഫുള്ളായിട്ടേ. ഞാൻ പിന്നെയും ഭംഗി എന്ന് പറയുന്നത് കാണാൻ നമുക്ക് നല്ല രസമാണ്, അതുകൊണ്ടാണ്. ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ് കേട്ടോ. ഈ നമ്മളെ ടൗൺ അങ്ങനെ ആ ഏരിയയിലല്ല ഉള്ളത്. അതുകൊണ്ട് ഇവിടത്തേക്കായിട്ട് മുന്നേ പോകണം, എന്നാലേ ഇത് കാണാൻ പറ്റൂ. അങ്ങനെ ഇതിപ്പോൾ അത്ര 5 വർഷമായിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ആരും അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. അത് എന്തായാലും എല്ലാവരും ഇവിടെ വന്ന് കാണണം. ഇവിടത്തേക്ക് വിദേശികളായിട്ട് വരുന്ന ആൾക്കാർ ഇവിടെ എന്തായാലും വന്ന് കാണാം, അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന. ഇത് ഞാൻ ബാക്കിലത്തെ വേറൊരു എൻട്രൻസ് വഴി പുറത്തിറങ്ങിയത്. ഈ കാണുന്നത് ഹട്ടില്ലേ, ഇവിടെ ഇവർ ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയത്. ഇവിടെ പച്ചക്കറിയാണ് കേട്ടോ, വെജിറ്റബിൾസാണ് വെക്കുന്നത്. ഇവിടെ രാവിലെ ഒരു 7 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ നടക്കാൻ വരുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. രാവിലെ ആൾക്കാർ വന്ന് വാങ്ങിച്ചു പോകുന്നതെല്ലാം കാണും. ഇതിങ്ങനെ തന്നെ മൊത്തം ഒരു 8 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. അപ്പോൾ നല്ല രസമാണ് കാണുക. ഈ ഹട്ട് മാതിരി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെക്കുന്ന കാണാൻ നല്ല രസമാണ്. പലതരം ഇലകൾ ഇവിടെ കിട്ടും.
എല്ലാ ഇലകളും കിട്ടും. ഇവർ ഫുഡിൻ്റെ കൂടി കഴിക്കുന്ന ഒരു ഇലകളില്ല, അതൊക്കെ ഇവിടെ കിട്ടും. ഇതാണ് കേട്ടോ ബാക്കിലുള്ള വ്യൂ. ഇത് മൊത്തം ഇങ്ങനെ വാതിലുണ്ട്. ഈ എൻട്രൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിലൂടെയൊക്കെ കയറാൻ പറ്റും. നല്ല രസമില്ലേ ഇതൊക്കെ കാണാൻ. ഇതിൻ്റെ സ്ട്രക്ചറാണ് നല്ല അടിപൊളി ഭംഗിയാണ്. ശരിക്കും ഇവിടുന്ന് പോകുമ്പോൾ മൈസൂർ പാലസ് പോലെയൊക്കെ തോന്നും. നോക്കിയേ, ഇവിടെ കാണാൻ ഇത് വേറൊരു വശമാണ്. ഇതൊക്കെ കാണുമ്പോൾ പാലസ് മാതിരി തന്നെ ഇല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ഒന്നാമത് അൽഹസയുടെ ആ ഒരു സ്ട്രക്ചറിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നല്ല നല്ല ഭംഗിയാണ്. ലൈറ്റ് ഇട്ടത്തൊക്കെ നല്ല ഭംഗി. പകലും നല്ല